തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നും വിജയം സ്വന്തമാക്കിയാണ് NDA ഇപ്പോൾ നിൽക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ VV രാജേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് മിന്നും വിജയം കൂടി സ്വന്തമാക്കിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേടുന്നു. ഈ വിജയത്തിൽ അത് എന്താണ് പറയാനുള്ളത്? 50 സീറ്റുകളാണ് NDA സ്വന്തമാക്കി. വളരെയധികം സന്തോഷമുണ്ട്, ജനങ്ങളോട് നന്ദിയുണ്ട്. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ വേണ്ടി പ്രവർത്തിച്ച നൂറുകണക്കിന് പ്രവർത്തകർ ഒന്നും ലഭിക്കാതെ ജീവിതത്തിൽ ഒരുപാട് സമയം ജീവിതം തന്നെ വിനിയോഗിച്ച പ്രവർത്തകരുടെ വിജയമാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള ജനങ്ങളുടെയും തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്നവരുടെ വിജയമാണിത്. ഈ വിജയത്തെ ഞങ്ങൾ അത്രത്തോളം മഹത്വമായി കാണുന്നു, ഞങ്ങൾ അത്രത്തോളം പരിപാവനമായിട്ട് ഇതിനെ കാണുന്നു. ഒപ്പം തന്നെയാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 35 സീറ്റ് 50 സീറ്റിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിഞ്ഞു എന്നത് അത് കൂടുതൽ ജനങ്ങളുടെ ഒരു പിന്തുണ അതിനകത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെയാണ് കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഭരണത്തിലെ അഴിമതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് തന്നെയാണോ നേട്ടം? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കഴിഞ്ഞ 45 വർഷത്തെ CPM-ന്റെ ഭരണത്തിലുണ്ടായ അഴിമതികൾ 2015 മുതൽ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിച്ചു. ജനങ്ങൾ അത് ഞങ്ങൾ പെട്ടെന്ന് പറയുന്നുണ്ട്, ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഞങ്ങൾ അതിൻ്റെ വസ്തുതാപരമായിട്ട് പറയുകയും മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കുഴപ്പണം വാങ്ങുന്ന ഒരു കൗൺസിലറെ നേരിട്ട് തന്നെ, ഞങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല അത് ആ വാർത്ത കണ്ടുപിടിച്ചത്, ഒരു മാധ്യമ പ്രവർത്തനം പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരന്വേഷിച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടൊരു മുദ്രാവാക്യം, ഒരു പ്ലാൻ മുമ്പോട്ട് വെച്ചു. അവർ നരേന്ദ്രമോദിയായിട്ട് കമ്പയർ നോക്കുമ്പോഴേക്കും മോഡിജിയുടെ അതേ പാറ്റേണാണ് ഇവിടെ പിന്തുടരണമെന്ന് BJP ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊരു അവസരം തന്നു. അതിനെ ഞങ്ങൾ കൃത്യമായിട്ട് കാത്തുസൂക്ഷിക്കും. ഒരു പ്രധാന കാര്യമുള്ളത്, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ കൂടുതൽ ആരോപണങ്ങളിലേക്ക് BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നിരുന്നു. അവയൊക്കെ അതിജീവിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അനിലിന്റെ മരണം ഉൾപ്പെടെയുള്ളവ BJPയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന തരത്തിലേക്ക് അതിനെയൊക്കെ കൃത്യമായി അതിജീവിക്കാൻ കഴിയും. അല്ല, ശ്രീ തിരുമല അനിൽജിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഞങ്ങൾക്ക് എക്കാലവും ഞങ്ങളുടെ ഉള്ളിൽ നീറുന്ന ഒരു വിഷയമാണത്. ഒരു വ്യക്തിയും അത്തരത്തിൽ സമ്മർദ്ദഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായ സമ്മർദ്ദം സഹിക്കാൻ താങ്ങാത്തത് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞാനൊക്കെ തന്നെ എത്രയോ ദിവസങ്ങളിൽ എല്ലാ സഹായവും അദ്ദേഹത്തിന് വാഗ്ദാനം കൂടെയുണ്ട്. പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കിട്ടാത്തതിലുള്ളൊരു വിഷമമുണ്ടായിരുന്നു. അത് സഹകരണ മേഖലയിൽ ബാധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. സംസ്ഥാന സർക്കാർ ഈ ജപ്തി നടപടിയുടെ കാര്യത്തിലൊക്കെയുള്ള നൂലാമാലകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വിഷമിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് CPM-ന്റെ അഴിമതി ഭരണത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജനങ്ങൾ രണ്ടായിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള വേദന ഉള്ളിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ ഉള്ളിൽ അടക്കിക്കൊണ്ട് തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് അവർ പിന്തുണ വന്നു. 50 സീറ്റുകളാണ് ഇത്തവണ സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് ഇനിയുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് അതിനെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. ഇപ്പോൾ LDF-നും UDF-ഉം 2 സ്വതന്ത്രർ സ്വാഭാവികമായിട്ട് അവർ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കും. CPM-ഉം കോൺഗ്രസും കൂടെ ചേർന്നാൽ മാത്രമേ 48 എത്തുകയുള്ളൂ. ഞങ്ങൾക്ക് 50 ഭൂരിപക്ഷമുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മികച്ച രീതിയിൽ ഭരണം കൈകാര്യം ചെയ്യാനുള്ള നേതൃത്വം തരാനുള്ള പാർട്ടിയുണ്ട്. ഞങ്ങൾ ഏതൊക്കെയാണോ ജനങ്ങളുടെ മുൻപിൽ വച്ചിട്ടുള്ള പ്രതീക്ഷകൾ അതിൽ ഒരടി മുൻപിൽ മാത്രമേ ഞങ്ങൾ കാര്യം ചെയ്യുള്ളൂ. ഒരടി ഞങ്ങൾ പുറകോട്ട് പോയില്ല. ജനങ്ങൾക്ക് മുന്നിൽ വികസനം പറയുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊരു വാഗ്ദാനമായിരുന്നു നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തേക്ക് അത് വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതിനെ എത്തിക്കുമെന്നുള്ള. അക്കാര്യത്തിൽ എന്താണ് തീരുമാനം? അടുത്ത് തന്നെ നരേന്ദ്രമോദിയിലേക്ക് എത്തുക എങ്ങനെയാണ്? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ പറയുകയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ്. സാധിക്കാത്തൊരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും കൃത്യസമയത്ത് തന്നെ 45 ദിവസം പറഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തും. മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഭരണത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആരാണ് എന്നത് തീരുമാനിക്കുന്നത്. അങ്ങയുടെ പേരുകളും ഒപ്പം തന്നെ R ശ്രീലേഖയുടെ പേര് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴത്തേക്കുണ്ടാകും? എന്താണ് അത് സംബന്ധിച്ച്? അല്ല, പല പേരുകളും ഈ 1-2 പേരൊന്നുമല്ല. ഓരോ പത്രവും ഓരോ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ നല്ല ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ച ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നുണ്ട്. പേരുകളൊക്കെ വരിക, മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക, അതൊക്കെ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യമാണ്. സംസ്ഥാന നേതൃത്വം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജനങ്ങളോട് അക്കാര്യം പറയും. തന്നെയാണ്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആരാകും എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും ഉള്ളത്. നേരത്തെ തന്നെ VV രാജേഷിന്റെ പേരുകളടക്കം ഏറെ ചർച്ചയായിരുന്നു. ഇനി അതിലേക്കുള്ള നീക്കമാണ്. അത് സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ചന്ദ്രയൂസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.